പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ധന്യമേറിയ നല്ല പകൽക്കാലത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 14-ാം ദിവസം പകൽ ദൈവവചനത്തുമ്പാകെ നമുക്കായിരിക്കുന്നതിൽ സന്തോഷം. കഴിഞ്ഞ 13 ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ഇടപാടുകൾ നാം അനുഭവിപ്പാടിയായിത്തീർന്നു. ഈ പകൽ വ്യത്യസ്തമായ ദൈവ പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. ഇവിടെ ധന്യനായ അപ്പോസ്തലനായ യാക്കോബ് പറയുകയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വിടുതലായി സംഭവിക്കേണ്ടതിനായി, ദൈവപ്രവൃത്തിയായി സംഭവിക്കേണ്ടതിനായി, പ്രതിസന്ധി നമ്മെ പിടിച്ചു നിർത്തേണ്ടതിനായി നാം തിരിച്ചറിയേണ്ട വസ്തുതകളെ പറ്റിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. വിടേണ്ടത്, 2 സ്വീകരിക്കേണ്ടത്. എന്താണ് നാം വിടേണ്ടത്? എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. അപ്പോൾ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിടേണ്ടതാകുന്നു. ദൈവവചനത്തിന് നിരക്കാത്ത, ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത, ആത്മീയ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിൽ നാം മുമ്പോട്ട് നമ്മെ ആനയിപ്പാൻ കഴിയാത്ത സകല അഴുക്കും ദുഷ്ടതയും അതിൻ്റെ ആധിക്യം വിട്ടിരിക്കണം. ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ മണ്ഡലങ്ങൾക്ക് സ്ഥിരതയിൽ നിലനിൽപ്പാൻ കഴിയാത്ത ഏതൊക്കെ ചിന്താഗതികളോ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് നിരന്തരമായി ശക്തമായി ഒരു ദൈവ പദ്ധതിക്ക് നമ്മളെ തടസ്സമാക്കി നിർത്തിയിരിക്കുന്ന ഏതൊക്കെ അഴുക്കുകളും ദുഷ്ടതയുണ്ടോ അവയെല്ലാം നാം വിടേണ്ടിയിരിക്കുന്നു. 2, നാം സ്വീകരിക്കേണ്ട വസ്തുത, നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. ഒരു വൃക്ഷത്തിൻ്റെ വേര് പോലെയാണ് ദൈവത്തിൻ്റെ വചനം. വചനത്താൽ വേര് ഊന്നപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ അവരെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവവചനം നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് രക്ഷ പ്രാപിപ്പാൻ വേണ്ടി ദൈവം നൽകപ്പെട്ടിട്ടുള്ള വിടുതലിൻ്റെ ശക്തി കേന്ദ്രമാണ് ദൈവത്തിൻ്റെ വചനം. ആകയാൽ ഈ പ്രഭാതത്തിൽ ദൈവജനം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ജീവിതം വിടേണ്ടത് വിടുക, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, ആ ദൈവവചനം പ്രായോഗിക ജീവിതത്തിൽ നിലനിൽപ്പിന് തടസ്സമായ മാറ്റേണ്ട ഏതൊക്കെ സ്വഭാവങ്ങളുണ്ടോ ഈ പ്രഭാതത്തിൽ വചനത്താൽ അതിനെ നീക്കം ചെയ്യാൻ തയ്യാറായാൽ നീ കേൾക്കപ്പെട്ട വചനം പ്രതിസന്ധി നിന്നെ ശക്തിയുക്തമായി നിർത്തുവാൻ കഴിയുന്നതും കരുത്തു പകരുന്നതാണെന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകരുത്. 22-ാം വാക്യം പറയുന്നു, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ചെയ്യുന്നവരായി ഇരിപ്പിൻ. കേൾക്കുവാൻ വേണ്ടി മാത്രമല്ല വചനം, അത് ചെയ്യുവാനും പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തി പദത്തിൽ കൊണ്ടെത്തിക്കുവാനും വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രം ചെയ്താൽ അത് അവരിൽ വിടുതലായി സംഭവിക്കുകയില്ല. 23-ാം വാക്യം പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം 1:23, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. കേവലം വചനം കേൾക്കുവാൻ മാത്രമല്ല, അത് പ്രവർത്തനാപദത്തിൽ കൊണ്ടെത്തിപ്പാനുള്ളതാണ്. അങ്ങനെ കേൾക്കുന്നവനായിരിക്കുകയും ചെയ്യാത്തവനായിരുന്ന, ഇവിടെ പറയുന്നു സ്വാഭാവിക മുഖം കണ്ണാടിയെ നോക്കുന്ന ആളോടൊക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? 24-ാം വാക്യം പറയുന്നു, അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ആ രൂപം അവൻ കാണുന്നുണ്ടെങ്കിലും അവനെപ്പറ്റി വ്യക്തമായി തിരിച്ചറിയാൻ കഴിയാതെ, അവൻ ആരാണെന്നുള്ള ബോധ്യത വ്യക്തമാകാൻ കഴിയാതെ, അവൻ സ്ഥിരതയില്ലാതെ അവൻ്റെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകുവാൻ അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, വിടേണ്ടത് വിടാം, വചനത്തെ സ്വീകരിക്കാം. വചനത്തിൻ്റെ പ്രവൃത്തി നമ്മി വെളിപ്പെടട്ടെ.
നാം വചനം കേട്ട് ചെയ്യുന്നവരായാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ്? മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം അവിടെ പ്രകാരം പറയുന്നു, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എന്താണ് പാറമേൽ പണിയപ്പെട്ട വീട് ബുദ്ധിയുള്ള മനുഷ്യനോട് എന്താണ് സദൃശമായിരിക്കുന്നത്? അവിടെ ശ്രദ്ധിച്ചേ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അതും പാറമേലടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. കണ്ടോ, ദൈവവചനം കേട്ട് പ്രവർത്തനാപദത്തിൽ വചനത്തെ കൊണ്ടെത്തിച്ചാൽ, പ്രവൃത്തിയിൽ അത് വ്യാപരിച്ചാൽ, ജീവിതത്തിൽ ഉയരുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിൽ തളർന്നു പോകില്ല, ഇടറിപ്പോകില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ പാറമേൽ പണിതപ്പെട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. ശ്രദ്ധിച്ചേ, ഈ പാറമേൽ പണിയപ്പെട്ട വീടിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. വൻമഴ ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് പോലും വെല്ലുവിളി ഉയർന്നപ്പോൾ, നിലനിൽപ്പിന് തടസ്സമായി മുകളിൽ നിന്ന് എതിരുകൾ വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, വൻമര ചൊരിഞ്ഞു, മുകളിൽ നിന്ന് ചൊരിഞ്ഞപ്പോൾ നദികൾ പൊങ്ങി. അതേ, നിൽക്കുന്ന മേഖലയിൽ നിന്ന് അടിച്ചുയരുന്ന പ്രതിസന്ധികൾ. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, കാറ്റടിച്ചു, ഇരു സൈഡിൽ നിന്ന് ഉയർന്നു വന്ന പ്രതിസന്ധികൾ, മുകളിൽ നിന്നും അടിയിൽ നിന്നും സൈഡിൽ നിന്നും പ്രതികൂലം ഒരേപോലെ അടിച്ചുയരുമ്പോഴും പാറമേൽ അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ വീട് പോകില്ല. പ്രിയ സഹോദര, ദൈവവചനത്താൽ ഉൾനട്ടപ്പെട്ട് ദൈവവചനത്താൽ നാം ഉൾനട്ടവരായിരിക്കുന്നെങ്കിൽ, ദൈവവചനം കൊണ്ട് നാം ശക്തരാകുന്നെങ്കിൽ, നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ദൈവവചനം ശക്തിയുള്ളതാണ്. ഉൾനട്ടതുമായ വചനം സൗമ്യതയോട് നാം കൈക്കണ്ടാൽ പ്രതിസന്ധിയിൽ നാം തളർന്നു പോകില്ല, പ്രതികൂലത്തിൽ നാം തളർന്നു പോകില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവവചനത്തെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാതെ, പ്രവൃത്തി കൊണ്ടുവരാതിരുന്നാൽ സംഭവിക്കുന്ന പരാജയം. അതിൻ്റെ 26-ാം വാക്യം, മത്തായി സുവിശേഷം 7:26, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. എന്താണ് മണലിൽ പണിത വീടിൻ്റെ പ്രത്യേകത? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടുമേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരിക്കുന്നു. മണൽമേൽ പണിയപ്പെട്ട വീട് പ്രത്യേകത ശ്രദ്ധിച്ചേ. വചനം കൈക്കൊള്ളാതെ ഉൾനട്ടതായ വചനത്തെ, ആത്മാക്കളെ രക്ഷിപ്പാൻ പ്രാപ്തമുള്ള ദൈവവചനത്തെ വേണ്ട വിധത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ, സ്ഥിരതയ്ക്കുള്ള പ്രവൃത്തിയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാതിരുന്നാൽ മുകളിൽ നിന്നും സൈഡിൽ നിന്നും അടിയിൽ നിന്നും ഉയരുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ വീഴ്ച വലിയ വീഴ്ചയാണ്. അത് സമൂഹത്തിൻ്റെ നടുവിൽ, വ്യക്തികളുടെ നടുവിൽ തകരുന്ന അനുഭവങ്ങളായി. പ്രിയ സഹോദര, ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ദൂത് പറയുന്നു. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. വചനം കേൾക്കുവാൻ മാത്രമല്ല, ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. അത് ചതിക്കാനുള്ളതല്ല. പ്രതിസന്ധിയിൽ, സ്ഥിരതയിൽ നമ്മെ നിലനിർത്തുവാനും സ്ഥിരതയുള്ള പ്രവൃത്തി ചെയ്യുവാനും നമ്മെ പ്രാപ്തമാക്കട്ടെ എന്ന് ഈ 14-ാം ദിവസം പകൽ എൻ്റെ ദൈവമക്കൾ ആഹ്വാനം ചെയ്തു. ദൈവം താളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ ജനത്തിൻ്റെ കൂടാരങ്ങളിലേക്ക് ചെല്ലട്ടെ, ഹൃദയത്തിലേക്ക് ചൊല്ലട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ മെനയുന്ന, ഞങ്ങളെ പണിയുന്ന ഈ ദൈവവചനം ആത്മമണ്ഡലങ്ങളുടെ വിടുതലായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.